Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല, ഒരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ്. എങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് മണ്ണൊന്നും ഉപയോഗിക്കാതെ വെളുത്തുള്ളി മുളപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ കുറച്ച് നാൾ മുന്നേ ഈ ഒരു വെളുത്തുള്ളിയിലൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വെളുത്തുള്ളിയിലൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വീട്ടിൽ വെളുത്തുള്ളി മുളപ്പിക്കാമെന്ന്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പ്ലാസ്റ്റിക് കുപ്പികളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ റീയൂസ് ചെയ്യാനും കൂടിയുള്ളൊരു വഴിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെടുക്കുന്ന പ്ലാസ്റ്റിക് കുപ്പിയുടെ വായ്വട്ടം ഈ ഒരു ഭാഗത്തൊന്ന് മുറിച്ച് മാറ്റുക എന്നുള്ളതാണ്. ഞാനത് കാണിക്കാം. അപ്പോൾ നിങ്ങൾ നമുക്ക് അതിന് മുന്നേ തന്നെ വെളുത്തുള്ളി എടുക്കുക. നമ്മുടെ കയ്യിലുള്ള വെളുത്തുള്ളിയുടെ ആ ഒരു മുഴുവനായിട്ടുള്ള ഒരു വെളുത്തുള്ളി എടുത്തിട്ട് അത് അതിൻ്റെ ഒരു തലഭാഗം മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ളൊരു വട്ടത്തിന് വേണം മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ കാണിക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ബോട്ടിൽ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുപ്പിയുടെ വായ്വട്ടത്തിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഞാൻ മുറിക്കുന്നത്. മുറിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കുപ്പിയുടെ വായ്വട്ടം ഭയങ്കര വലുതാണ്. അപ്പോൾ ഇതുപോലത്തെ കുപ്പികൾ നമുക്ക് ഒരിക്കലും ഈ ഒരു വെളുത്തുള്ളി ഇങ്ങനെ മുളപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ ഒരു കുപ്പി മുറിച്ചത്. അപ്പോൾ ഇനി അടുത്തെടുക്കുന്നത് ഒരു കുഞ്ഞു കുപ്പിയാണ്, കുഞ്ഞ് പ്ലാസ്റ്റിക് കുപ്പിയാണ്. അപ്പോൾ അതിൻ്റെ വായ്വട്ടത്തിൻ്റെ തൊട്ട് താഴെ വെച്ച് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കുപ്പിയും കൂടിയുണ്ട്, അതും കൂടെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ഇതിന് പകരം നിങ്ങൾക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നർ വെച്ചിട്ട് അതിനകത്ത് അല്പം വെള്ളം എടുത്തിട്ട് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒത്തിരി പഴയ കുപ്പികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പഴയ കുപ്പികളിലാണ് ഞാൻ സാധാരണ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യാറ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാസ്റ്റിക്കൊക്കെ നമുക്ക് ഈ റീയൂസ് ചെയ്യാനും പറ്റും. പിന്നെ അതല്ല നമുക്കങ്ങനെ വെറുതെ മണ്ണിലോട്ട് അത് വലിച്ചെറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു വായ്വട്ടം ഇപ്പോൾ നമ്മൾ കത്തി കൊണ്ട് മുറിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മുടെ കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വായ്വട്ടം ഒരു കറക്റ്റ് ലെവലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തേപ്പട്ടി അയൺ ബോക്സ് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ചൂടായതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുപ്പിയുടെ മേലത്തെ ഒരു വട്ടഭാഗമൊക്കെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഒരേ ഷേപ്പിൽ കിട്ടും, ഒരു ലെവലിൽ കിട്ടും. ഷേപ്പല്ല, ലെവലിൽ കിട്ടും. അതുമാത്രമല്ല നമുക്കിങ്ങനെ ഈ കുത്താൻ നിൽക്കുന്ന ചില ഭാഗങ്ങളൊക്കെ നല്ല പോലെ ലെവലാവും. അപ്പോൾ ഞാൻ മറ്റേ കുപ്പിയും കൂടെ ഇതുപോലെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇപ്പം നാട്ടിലൊക്കെ എല്ലാവർക്കും ഒത്തിരി സമയമുള്ള ഒരു അവസ്ഥയിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ കൊറോണ വൈറസൊക്കെ ആയിട്ടും. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ നമുക്ക് അത്യാവശ്യം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാവുന്നതാണ്. ഇതിന് വലിയ പൈസ ചിലവൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലുള്ള വെളുത്തുള്ളിയുടെ ഒരു മുഴുവനോട് കൂടിയുള്ള വെളുത്തുള്ളി വേണം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറോ ആണെന്നുണ്ടെങ്കിലും മതിയാവും. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കും ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തുന്ന അവർക്കും ഇത് എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു കാര്യം. അപ്പോൾ എല്ലാവരും ചെയ്യുക. ഇത് ഉറപ്പായിട്ടും സക്സസ് ആവുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ മണ്ണെടുത്ത് കുഴച്ച് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ വെള്ളത്തിലാണ് ഇത് മുളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ രണ്ട് കുപ്പിയും ഇതുപോലെ തന്നെ വട്ടൊക്കെ ശരിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗാർഡൻ ടേബിളാണ് പുറത്ത്. അപ്പം ഇതുപോലത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടേബിളാണ്. അപ്പോൾ അതാണ് ഇച്ചിരി മണ്ണൊക്കെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുത്തിട്ടുള്ള ബോട്ടിലിൽ വെള്ളം നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം നിറയ്ക്കുമ്പോൾ അത് മുഴുവനോട് കൂടെ തന്നെ നിറയ്ക്കാൻ നോക്കുക. കാരണം ഇതിനകത്താണ് നമ്മളിനി വെളുത്തുള്ളി ഒന്ന് മുക്കി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും നിറച്ചിട്ട് തന്നെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു വെളുത്തുള്ളിയാണിത്. കാരണം ഇപ്പോൾ നമ്മുടെ അവിടെ വെളുത്തുള്ളിയിൽ ഉണ്ടായി വരുന്ന ഒരു സീസൺ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഭാഗം നമ്മൾ വെള്ളത്തിൽ മുട്ടിക്കെടുക്കുന്ന രീതിയിൽ വെക്കണം. അതേപോലെ ഇതാണ് കറക്റ്റായിട്ട് വെക്കേണ്ടത്. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ. അപ്പം നിങ്ങൾ എടുക്കുന്ന വായ്വട്ടം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ആ ഒരു തലഭാഗം എന്ന് തോന്നുന്നു പറയാം, തലയും വാലും നമുക്ക് എടുക്കാം. അപ്പോൾ തലഭാഗം വെള്ളത്തിൽ തന്നെ മുട്ടിക്കെടുക്കണം, വാൽഭാഗം മേലോട്ടും അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇനി ഞാൻ മറ്റേ കുപ്പിയിലും ഇതുപോലെ ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി എടുക്കുമ്പോൾ എപ്പോഴും നല്ല വെളുത്തുള്ളി എടുക്കാൻ നോക്കുക, നല്ല ആരോഗ്യമുള്ള വെളുത്തുള്ളി എടുക്കാൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ മുളയൊക്കെ പെട്ടെന്ന് തന്നെ മുളപ്പൊട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 28 ദിവസം, ഒരു മാസം കൂട്ടിക്കോ, ഒരു മാസത്തോളമാണ് എനിക്കിത് ശരിക്കും ഒന്ന് മാറ്റി നടാനുള്ളൊരു പരിവായി വരുന്നത്. അപ്പോൾ നമുക്കിത് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മുളയൊക്കെ
പൊട്ടി വരാൻ തുടങ്ങും. നമുക്ക് കാണാൻ പറ്റും താഴെ ഇതിൻ്റെ ഒരു തലഭാഗത്ത് നിന്ന് കുറേ നൂലുകൾ ഇങ്ങനെ പുറത്തേക്ക് വരാൻ വെള്ളത്തിലോട്ട് ഇറങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇത് ചിലവർക്ക് ഇത് സക്സസ് ആയി വരണം എന്നില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എടുക്കുന്ന വെള്ളത്തിൽ ഈ ഒരു ഉപ്പിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വെള്ളം ഹാർഡ് വാട്ടർ ആണെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ വെള്ളമല്ല നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ചില വാട്ടറിൽ TDS കൂടുതലുള്ള വെള്ളമുണ്ട്. അപ്പോൾ അങ്ങനത്തെ വെള്ളമാണെന്നുണ്ടെങ്കിലും അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വരാൻ. അപ്പോൾ ഇപ്പം അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനത്തെ വെള്ളമൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നല്ല വെള്ളമൊക്കെ വരുന്ന കിണറിലൊക്കെ നല്ല വെള്ളം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് അധികം വെയിൽ തട്ടാത്ത സ്ഥലത്ത് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു മുളയൊക്കെ ആ വെള്ളത്തിലോട്ട് ഇതിൻ്റെ വേരിറങ്ങാൻ തുടങ്ങും. അതിൻ്റെ ഒരു വാൽഭാഗത്ത് മുള പൊട്ടി വരാൻ തുടങ്ങും. അപ്പോൾ ഞാനിപ്പം പിന്നെ ഇത് വെള്ളം മാറ്റേണ്ടത് ഓരോ 2 ആഴ്ച കൂടുമ്പോഴേക്കാണ് വെള്ളം മാറ്റുന്നത് നല്ലത്. പക്ഷെ എനിക്ക് എന്തോ ഒരു ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോഴും ഇതുപോലെ ചെയ്യുമ്പോൾ 2 ദിവസം കൂടുമ്പോഴേ ഞാൻ വെള്ളം മാറ്റാൻ തുടങ്ങും. കാരണം അത് ചെയ്യണ്ടെന്ന് ഓർത്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ 2 ദിവസമെങ്കിലും കൂടുമ്പോൾ ഒന്ന് വെള്ളം മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം. പിന്നെ ഇത് ഞാൻ ഇന്ന് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നതും. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ ഉപയോഗിക്കുന്ന കറികളിലൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വളർത്തിയിട്ടുള്ള വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രസ് ഞാൻ ഓരോ ദിവസം എന്ന് പറയുമ്പം അടുത്ത ആഴ്ച ഈ ഒരു സമയത്ത് ഞാൻ എന്തായിരിക്കും ഇത്ര ദിവസത്തെ പ്രോഗ്രസ് എന്നുള്ളത് വീഡിയോ എടുത്തിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ദിവസം എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ഞാൻ പറഞ്ഞ പോലെ വലിയ പൈസ ചിലവൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള അനാവശ്യമായിട്ടിരിക്കുന്ന എംപ്റ്റി ആയിട്ടുള്ള ബോട്ടിലുകൾ, അതുപോലെ വെളുത്തുള്ളി, ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.